ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് വിദ്യാധൻ എന്നൊരു സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. 10,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. ഈ ഒരു സ്കോളർഷിപ്പിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന് അർഹരായവർ, അതായത് വിദ്യാർത്ഥിയുടെ അച്ഛന് വാർഷിക വരുമാനമായിട്ട് 2 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വിദ്യാധൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലുള്ളവർക്കും സ്കോളർഷിപ്പിനായി അപേക്ഷ കൊടുക്കാം. അതിനായിട്ട് ഇവിടെ കേരള എന്നുള്ള ഒരു ഭാഗം കാണാം. കേരളത്തിലുള്ളവരാണെങ്കിൽ കേരള സെലക്ട് ചെയ്യാം. മറ്റ് രാജ്യങ്ങളാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്മൾ കേരളത്തിൽ ഉള്ള ആളുകളായതുകൊണ്ട് കേരള സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എല്ലാം ഒന്ന് വായിച്ച് നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും താഴെയുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എന്നൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ മെയിൽ ID എല്ലാം കൊടുത്ത് ഒരു ID ക്രിയേറ്റ് ചെയ്യണം. അതിനെ ആദ്യത്തെ കോളത്തിൽ ഫസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആദ്യത്തെ പേര് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സെക്കൻഡ് നെയിം ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ ഇമെയിൽ IDയുടെ എന്നുള്ളത് വരെയുള്ളത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഭാഗത്തു നിന്ന് ഇമെയിൽ ID ആണോ Gmail ID ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. 8 ഡിജിറ്റ് വേണം. അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ചിഹ്നങ്ങളടങ്ങിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. റിപ്പീറ്റ് പാസ്വേഡ് എന്നുള്ള ഭാഗത്തും നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടി റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയുള്ള ആൾറെഡി രജിസ്റ്റേർഡ് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള പേജിലെത്തിയിട്ടുണ്ട്. യൂസർ ID എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളവിടെ നോക്കാൻ പോകുന്നത് കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള +1 പ്രോഗ്രാം 2024 എന്ന് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേര് തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഇൻ്റർവ്യൂ പ്ലേസ് എന്നുള്ള ഭാഗത്തിന് താഴെയുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഓൺലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ, മന്ത്, ഡേറ്റ് എന്ന ക്രമത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായി ഫിസിക്കലി ചേഞ്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അംഗവൈകല്യമുള്ള ആളുകളാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് വാട്സപ്പ് നമ്പർ കൊടുക്കണം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ ഫോൺ നമ്പർ ആണെങ്കിൽ എസ് കൊടുത്തിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ഏത് വാട്സപ്പ് നമ്പറാണോ ഉപയോഗിക്കുന്നത് ആ ഒരു വാട്സപ്പ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. പെർമനൻ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ലൈൻ 1 എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്യുക. ലൈൻ 2 എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിറ്റി എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ ജില്ലയുടെ പേര് ടൈപ്പ് ചെയ്യുക. സ്റ്റേറ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഡിസ്ട്രിക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ്, അതായത് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ഫുള്ളായിട്ട് ഇവിടെ ഫില്ലായി വരുന്നതാണ്. അതിനുശേഷം ഫാദേഴ്സ് അല്ലെങ്കിൽ മദേഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കണം. അച്ഛൻ്റെയോ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ബോക്സിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അതിന് തൊട്ട് താഴെ ഒക്യുപ്പേഷൻ എന്നൊരു ഭാഗമുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരാണ് പേര് കൊടുത്തിരിക്കുന്ന അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖല ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അവരുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. SSLC ആണോ അതോ +2 ആണോ ഡിഗ്രി ആണോ എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം മദേഴ്സ് നെയിമാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഫാദർ നെയിമാണ് ആദ്യം കൊടുത്തത്. ഇവിടെ മദേഴ്സ് നെയിം കൊടുക്കാനുള്ള കോളമുണ്ട്. അവിടെ നിങ്ങളുടെ അമ്മയുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട മേഖല ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് നിങ്ങളുടെ അമ്മയുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. SSLC ആൻഡ് 10th ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് വർഷത്തിലാണ് SSLC പാസ്സായത് ആ ഒരു വർഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടൈപ്പ് ഓഫ് സ്കൂൾ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ മീഡിയം ഏതാണ്, ഇംഗ്ലീഷാണോ മലയാളമാണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ പഠിച്ച സ്കൂള് CBSE ആണോ ICSE ആണോ കേരള സിലബസ് ആണോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് A+ എത്ര കിട്ടിയിട്ടുണ്ട് ആ ഒരു നമ്പർ ഇവിടെ സെലക്ട് ചെയ്യണം. അടുത്തായിട്ട് നിങ്ങൾ ചേരാൻ പോകുന്ന സ്കൂളിൻ്റെ പേര്, അതുപോലെ ഏത് കോഴ്സാണ് എടുക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആ സ്കൂളിൻ്റെ ഫുൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യുക, അല്ലാത്ത ഭാഗം empty ആയിട്ട് വിട്ടാൽ മതി. അടുത്തായിട്ട് നിങ്ങളുടെ ഫാമിലി ഇൻകം ആൻഡ് ഹൗസ് ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. ഫാമിലി ഇൻകം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ അച്ഛൻ്റെ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമാണ്. ഇതിൽ അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതായത് സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അതായത് നിങ്ങൾ 2 ലക്ഷത്തിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ അപേക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാമിലി മെമ്പർക്ക് ആർക്കെങ്കിലും വിദ്യാധൻ സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് മാർക്കിൽ കാണും. അതെല്ലാം ഒന്നുകൂടി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഉദാഹരണത്തിന് USS LSS സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ഒറ്റ പേജിലായി വരും. എല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം. അടുത്തായിട്ട് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ ഇതിലേക്ക് പ്രൊഫൈലിൽ സെറ്റ് ചെയ്യുക. അതുപോലെ ഡോക്യുമെൻറ്റ്, ഫോട്ടോസ്, അതുപോലെയുള്ള നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാനിവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാനിവിടെ എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഉള്ള ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ വിദ്യാധൻ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് അവർ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിദ്യാധൻ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.